സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ കുടുംബം ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, അതുകൊണ്ട് തന്നെ അനുഗ്രഹിച്ച കുടുംബമായിരുന്നു. ദൈവം ആഗ്രഹിച്ച കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തിരുക്കുടുംബത്തിന് ഇത്ര പ്രത്യേകത? കാരണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ. ഈ ഒരു ചോദ്യം പലർക്കുമുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ ശ്രമിക്കാം. അതുവരെ മനുഷ്യൻ ആരാധിച്ചിരുന്ന, അറിഞ്ഞിരുന്ന ദൈവങ്ങൾ അവരെല്ലാവരും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ആയിരുന്നു. അത് ഗ്രീക്ക് പുരാണങ്ങളാകാം, റോമൻ പുരാണങ്ങളാകാം, അതുമല്ലെങ്കിൽ മറ്റ് ഇതിഹാസങ്ങളാകാം. അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ദേവന്മാരും ദേവതകളുമൊക്കെ കുടുംബ പശ്ചാത്തലത്തിലാണ് നിലകൊള്ളുന്നത്. പക്ഷേ അപ്പോഴും ഇവർ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വടംവലി, അതുമല്ലെങ്കിൽ അസൂയയുടെയും മറ്റ് തിന്മകളുടെയും ഒക്കെ ഒരു പ്രകടനം, അതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പരസ്പരം ഒത്തുചേരാൻ പറ്റാത്ത ദൈവ സങ്കല്പമായിരുന്നു പലതും. ഇവിടെയാണ് നസറത്തിലെ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത. ഈ മറ്റ് ദേവന്മാരെ പോലെ, ദേവതകളെ പോലെ മറിയത്തിനും ജോസഫിനും അതിമാനുഷികമായിട്ടുള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. മറിയത്തോടും ജോസഫിനോടും അവരുടെ കുടുംബത്തെപ്പറ്റി ചോദിക്കുവാനായിട്ട് നമുക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ കേൾക്കും. അത്ര കൊട്ടിഘോഷിക്കുവാനായിട്ടുള്ള പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നില്ല ഈ കൊച്ചു കുടുംബം. മിക്കവാറും മറിയവും ജോസഫും ഒത്തിരി പഴി കേട്ടിട്ടുണ്ടാകണം. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി മാത്രമല്ല, യേശുവിൻ്റെ ജീവിത രീതികളെപ്പറ്റി അത്ര സുന്ദരമല്ലാത്ത, തൻ്റെ മതത്തോടും ആചാരങ്ങളോടും മറ്റ് അനുഷ്ഠാനങ്ങളോടുമൊക്കെ അത്ര ചേർന്ന് പോകാഞ്ഞ് സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യരോടൊപ്പം നടന്ന ഒരു മനുഷ്യൻ. അങ്ങനെയൊക്കെ യേശുവിനെ പറ്റി പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതിൻ്റെ അന്ത്യമെന്നോളം ഒരു കുറ്റവാളിയെപ്പോലെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അതെ, അത്ര വിശുദ്ധമല്ലാത്ത ചിത്രങ്ങളാണ് യേശുവിൻ്റെ കുടുംബവുമായിട്ട്, യേശുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കാണുന്നത്. എന്നിരുന്നാലും നമ്മൾ ഈ കുടുംബത്തെ തിരുക്കുടുംബമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. കാരണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതിമാനുഷികമായിട്ടുള്ള സ്നേഹം കൊണ്ട്, സമർപ്പണം കൊണ്ട് അവർ പൂർത്തീകരിക്കുകയാണ്. യേശു ആയിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ കേന്ദ്രം. തിരുക്കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. യേശു ആണ് അവരുടെ നടുവിൽ. അതെ, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാൻ ഈ കുടുംബത്തിന് സാധിച്ചു. അതായിരുന്നു അവരുടെ പ്രത്യേകത. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളുമൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പലതരം സ്വഭാവങ്ങളിലൂടെ, ജീവിത രീതികളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അതിമാനുഷിക കഴിവുള്ള വ്യക്തികളൊന്നുമല്ല. പക്ഷേ അവിടെയും നമ്മുടെ കടമകളെ സ്നേഹത്തോടുകൂടി, നന്മയോടുകൂടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രം നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരോടുള്ള സ്നേഹമാകണം. അങ്ങനെ വരുമ്പോൾ അവിടെ ഈഗോയ്ക്കോ അല്ലെങ്കിൽ അധികാര വടംവലിക്കോ ഒന്നും സ്ഥാനമുണ്ടാവില്ല. അതെ, നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധം സ്നേഹത്താൽ ഉറപ്പിക്കപ്പെടേണ്ടതാണ്. ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിൽ, ധാരണയിൽ ഒക്കെ ആകുമ്പോൾ അവിടെ നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ കുറയ്ക്കുവാനായിട്ട്, മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ അവയൊക്കെ പരിഹരിക്കുമ്പോഴാണ്, സ്നേഹം കൊണ്ട് പരിഹരിക്കുമ്പോഴാണ്, ക്ഷമ കൊണ്ട് പരിഹരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധങ്ങളാകുന്നത്. അതെ, വിശുദ്ധി എന്നുള്ളത് പരിപൂർണതയിലല്ല, അത് അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിൽ വിശുദ്ധി ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിനെ കൊണ്ടുവരാം. ദൈവത്തെ നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ സ്നേഹങ്ങളുടെ, ബന്ധങ്ങളുടെ
കേന്ദ്രമായിട്ട് നമുക്ക് പ്രതിഷ്ഠിക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ ഉപരി സ്നേഹത്തോടു കൂടി ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അതിന് തിരുക്കുടുംബം വഴി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.